ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ച് ടോപ്പിക്കേ നിങ്ങൾക്ക് 12th പഠിക്കാനുള്ളൂ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ഇതെല്ലാത്തിനും ഉണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ. നമ്മൾ ടാൻ്റെ ഫോമുല മാത്രമെങ്കിലും കീം ലെവലിലൊന്ന് പഠിക്കുക കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയും ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഒരു നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആൻസറിൻ്റെ ആൻസർ -1നും 1നും ഇടയിലാണെങ്കിൽ വരാവുന്ന ഇൻറ്റിജർ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? വരാവുന്ന ഇൻറ്റിജർ വാല്യൂസ് ഒന്ന് -1 കിട്ടാം, പിന്നെ 0 കിട്ടാം, പിന്നെ 1 കിട്ടാം. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രൊഫസർ PC തോമസ് ക്ലാസ്സസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. 2026 കീമിനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള PYQ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ ചെയ്യുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ്. നിങ്ങൾ 12th പഠിക്കുന്ന സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2026 കീം അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബാച്ച് മാർച്ച് 18 സ്റ്റാർട്ട് ചെയ്യും. ഓരോ ദിവസവും ടോപ്പിക് വൈസ് തിയറി ബ്രീഫ് ചെയ്ത് എൻട്രൻസിൻ്റെമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫോർമുലാസൊക്കെ പഠിപ്പിച്ച് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് ഓരോ ദിവസവും ക്ലാസ് മുന്നോട്ട് പോകും. ഡെയിലി മോക്ക് എക്സാമുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാം, അതല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇത് കഴിയുന്നത്ര നിങ്ങളുടെ ഫ്രണ്ട്സിനോ പേരൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ 11th 12th സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടും ക്ലാസ് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് NCERT ബേസ്ഡ് കംപ്ലീറ്റ് ചാപ്റ്റർ വൈസ് തിയറി 11th 12th ചാപ്റ്റർ വൈസ് തിയറി യൂട്യൂബിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് മാത്തമാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെ NCERT കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള തിയറി എല്ലാം പറഞ്ഞാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വന്നാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ച് ടോപ്പിക്കേ നിങ്ങൾക്ക് 12th പഠിക്കാനുള്ളൂ. കീമിൻ്റെ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിരുന്നു. ഏകദേശം ഒരു എക്സാമിന് ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 2 to 4, അതിനിടയ്ക്ക് ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 4 ആവാം, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, f of x is log x to the base 5 and g of x is cos inverse x, then the domain of g composite f, g circle f. G composite f of x എന്ന് പറഞ്ഞാൽ is equal to g of f of x. g of f of x, composition of function. ആ സർക്കിളിൻ്റെ പ്ലേസിൽ ഒരു ബ്രാക്കറ്റ് വരുന്നു, which is equal to g of f of x എന്ന് പറഞ്ഞാൽ log x ആണ്. f of x is what? log x to the base 5. g of x എന്ന് പറഞ്ഞാൽ cos inverse x ആണ്. അപ്പോൾ g of log x എന്ന് പറഞ്ഞാലോ ഈ എക്സിൻ്റെ പ്ലേസിൽ log x റീപ്ലേസ് ചെയ്യണം, which is equal to cos inverse of log x എന്ന് കിട്ടും to the base 5. cos inverse of log x. നിങ്ങൾക്കറിയാം cos inverse x, അത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അവർ ക്വസ്റ്റിനെ തന്നെ കൊടുത്തിട്ടുണ്ട്. cos inverse x എന്നുള്ള ഫംഗ്ഷനിൽ x, ആ ഫംഗ്ഷൻ്റെ ഡൊമൈൻ -1 to 1 ആണെന്ന് അറിയാം. എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും പഠിക്കണം. കോസ് ഇൻവേഴ്സിൻ്റെ സൈൻ ഇൻവേഴ്സിൻ്റെ എല്ലാം -1 to 1 ആണ് ഡൊമൈൻ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് log x ആണ്. ദിസ് log x, ഈ log x എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ 1 and -1. ഇവിടെ x ആയിരുന്നു, എക്സിന് പകരം ഇവിടെ log x വരുന്നു. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഇവിടെ വന്നാൽ 5 raised to -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 raised to 1 എന്ന് വരും. സോ 1/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരും. ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ഓപ്ഷൻ വരുന്നത്, 4th ഓപ്ഷൻ.
ഞാനിവിടെ അപ്ലൈ ചെയ്തത് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി ആട്ടോ. ലോഗ് ബി ടു ദ ബേസ് എ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഈ ലോഗരിതം ക്യാൻസൽ ആകുമ്പോൾ എ റൈറ്റ് സൈഡിലേക്ക് പോകും. ബി ഈസ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് എന്ന് വരും. ബി ഈക്വൽ ടു എ റൈസ് ടു എക്സ് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ ഇവിടെ ബേസ് ആണ് 5. ഈ 5 ഇനീക്വാളിറ്റി, ഇവിടെ ഈക്വാലിറ്റി അല്ല ഇനീക്വാലിറ്റിയാണ്. അപ്പോൾ ബേസ് വരുന്നതനുസരിച്ച് ഇനീക്വാളിറ്റി ചേഞ്ച് വരും കേട്ടോ. ബേസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇനീക്വാളിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല. ഇഫ് ദ ബേസ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണെങ്കിൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ അതായത് ഇവിടെ 5 അല്ല, പകരം 1/5 ആയിരുന്നുവെങ്കിൽ ഈ ഇനീക്വാളിറ്റി നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതേണ്ടി വരും. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈസ് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എഫ് ഓഫ് 1/√3 കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ഫോമുല ഉണ്ട്. ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. എന്നിട്ട് എക്സിന് വാല്യൂ കൊടുത്താൽ മതി. ഇനി ആ ഫോമുല ഓർക്കുന്നില്ലാത്തവർ ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. എഫ് ഓഫ് 1/√3 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്ലേസിൽ 1/√3 കൊടുത്താൽ 2/√3 ബൈ 1 മൈനസ് 1/3 വരും. സിംപ്ലിഫൈ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 2/√3 ഇത് ഡിവൈഡഡ് ബൈ 2/3 വരും. 2/3യുടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇറ്റ് ബിക്കം 3/2 എന്ന് വരും. 2 ക്യാൻസൽ. ടാൻ ഇൻവേഴ്സ് √3 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് √3 ഈസ് വാട്ട്? ടാൻ ഇൻവേഴ്സ് √3. ടാനിന് എപ്പോഴാണ് √3 വരുന്നത്? 60 അഥവാ π/3. ഡയറക്റ്റ് വാല്യൂ കൊടുത്താലും കുഴപ്പമില്ല, ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 എന്നൊരു റിസൾട്ട് ഉണ്ട്. അത് നിങ്ങളിവിടെ അപ്ലൈ ചെയ്താൽ ഇതിനെ 5 സൈൻ ഇൻവേഴ്സ് ആൽഫ എന്നുള്ളതിനെ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 സൈൻ ഇൻവേഴ്സ് ആൽഫ എന്നാക്കും. അപ്പോൾ അതിനകത്ത് 3 ഔട്ട് സൈഡ് എടുത്താൽ ഈ രണ്ട് ടൈമിലും സൈൻ ഇൻവേഴ്സ് ആൽഫ നോട്ട് എക്സ് സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു പൈ. അതായത് 5 സൈൻ ഇൻവേഴ്സിന് 2 സൈൻ ഇൻവേഴ്സ് പ്ലസ് 3 സൈൻ ഇൻവേഴ്സ് ആക്കും. ഇതിന് പകരം π/2 എന്ന് റീപ്ലേസ് ചെയ്യാം. അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു പൈ മൈനസ് 3π/2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ 2π മൈനസ് 3π ദാറ്റ് ഈസ് മൈനസ് π/2 എന്ന് വരും. 2 റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ സൈൻ ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു വാട്ട്? മൈനസ് π/4 എന്ന് വരും. ആൽഫ ഈക്വൽ ടു വാട്ട്? സൈൻ ഓഫ് മൈനസ് π/4. സൈൻ ഓഫ് മൈനസ് π/4 ഇസ് മൈനസ് സൈൻ π/4 എന്ന് എഴുതാം. കോസിലും സീക്കിലും മാത്രം മൈനസ് ഔട്ട് സൈഡ് വരില്ല. സൈൻ π/4 1/√2 ആണ്. തേർഡ് ഓപ്ഷൻ കിട്ടും. ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് 1/√2. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ തീറ്റ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ √1 പ്ലസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. സീക്ക് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കണം. ഒന്നിൽ എക്സിന് കോസ് 2 തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ചെയ്യുകയും ചെയ്യാം. അതല്ല എങ്കിൽ തീറ്റ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോട്ട് തീറ്റ എന്തെഴുതാം? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ √1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്ന് എഴുതാം. എന്ത്? കോട്ട് തീറ്റ. കോട്ട് തീറ്റ ഇതാണെങ്കിൽ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റ എന്ന് പറയുന്നത് √1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ആയിരിക്കും. ടാൻ എന്ന് പറയുമ്പോൾ 1/കോട്ട്. നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റയാണ് ആവശ്യം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. സോ സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ തീറ്റ നിങ്ങൾക്കറിയാം. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അവിടെ നിന്ന് പോകുന്നു. 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ് LCM ആയിട്ട് എടുത്താൽ 1 മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് വരും. എക്സ് കട്ട് ചെയ്ത് പോയിട്ട് 2/1 മൈനസ് എക്സ് എന്ന ആൻസർ കിട്ടും. തേർഡ് ഓപ്ഷൻ വരും 2/1 മൈനസ് എക്സ്. തേർഡ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് π/6 ആണ്. ദെൻ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം.
കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് π/6. ഒന്നെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ട്രയൽ ആൻഡ് എറർ വഴി ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 വരും അല്ലേ. 60 ഇത് π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ശരിക്കും 60 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. 60 കിട്ടണമെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി? 1/2 കൊടുത്താൽ മതി. കോസ് ഇൻവേഴ്സ് 1/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 30 എന്ന് കിട്ടും. അങ്ങനെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്ഷൻ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി അതല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത റിസൾട്ട് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് π/2 ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിന് പകരം അവിടെ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കും. മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/6 എന്ന് എഴുതും. ഈ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ π/2 മൈനസ് π/6 ഇത് ലെഫ്റ്റിലേക്ക് വരുന്നു. മൈനസ് സൈൻ ഇൻവേഴ്സ് മൈനസ് ടെൻ ഇൻവേഴ്സ് -2 സൈൻ ഇൻവേഴ്സ് എക്സ് റൈറ്റിലേക്ക് പോകുന്നു. 90 മൈനസ് 30 എന്ന് പറയുമ്പോൾ 60 വരും. അപ്പോൾ π/3 ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ദെൻ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/6, എക്സ് ഈക്വൽ ടു സൈൻ π/6, ദാറ്റ് ഈസ് 1/2. അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ടാൻ ഇൻവേഴ്സ്, ഇതിനെല്ലാം ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റിയാൽ നിങ്ങളുടെ കയ്യിൽ ഡയറക്റ്റ് ഫോർമുലയുണ്ട്. കോട്ട് ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/4 ആണ്, പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/3 വിച്ച് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഫോർമുല എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ, that is 1/2 plus 1/3 by 1 minus x into y, which is equal to tan inverse 6 LCM ആയിട്ട് എടുത്താൽ it become 5/6 by ഇത് 6 ഇങ്ങോട്ട് വന്നാൽ 6 minus 1 5/6 എന്ന് കിട്ടും. that is tan inverse 1 കിട്ടും, π/4 കിട്ടും. so what is the answer? answer is π/4 π/4 plus π/4 which is equal to π/2. ആൻസർ സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ആൻസർ ഈസ് π/2. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ഇതെല്ലാത്തിനും ഉണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ. ബട്ട് നമ്മൾ ടാൻ്റെ ഫോർമുല മാത്രമെങ്കിലും കീം ലെവലിലൊന്ന് പഠിക്കുക കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയും ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. അടുത്തത് കോസ് ഓഫ് 2 സൈൻ ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു 47/72. ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ. വേണമെങ്കിൽ ഈ പല വിധത്തിൽ ചെയ്യാം. ഒന്ന് 2 വേണ്ട, സൈൻ ഇൻവേഴ്സ് ആൽഫയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ തീറ്റ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കോസ് 2 തീറ്റ ഈക്വൽ ടു എന്ന് വരും. cos 2 theta is equal to 47/72 എന്ന് വരും. cos 2 theta, cos 2 thetaയ്ക്ക് വരെ എന്ത് കൊടുക്കാം? 1 minus cos 2 theta is 2 sin square theta. so it become 1 minus 2 sin square theta എന്ന് കൊടുക്കാം, which is 47/72. ഞാനിത് എടുത്തത് എന്താണെന്ന് വെച്ചാൽ സൈൻ തീറ്റയുടെ വാല്യൂ ആണ് ആവശ്യം. 1 minus 2 alpha square is equal to 47/72. ലെഫ്റ്റിലേക്ക് വന്നാൽ 1 minus 47/72 is equal to 2 alpha square എന്ന് വിളിക്കാം. 72 LCM ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 72 minus 47 എത്ര കിട്ടും? 47 25 അല്ലേ? 25 ഈക്വൽ ടു 2 ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ഇത് താഴേക്ക് വന്നാൽ 144 വരും. 25/144 is equal to alpha square. That implies alpha is equal to what? 5/12. First option കിട്ടും. 5/12 ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ വീണ്ടും ടാൻ ഓഫ് ആൽഫ മൈനസ് 5/12 is equal to 1/√3. ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. ടാനിന് എപ്പോഴാണ് 1/√3 കിട്ടുക? ടാൻ 30
അല്ലേ? അപ്പോൾ ഈ ആൽഫ മൈനസ് പൈ ബൈ 12 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എത്ര കിട്ടണം? ഇത് 30 ആണെങ്കിൽ അഥവാ പൈ ബൈ 6 ആണെങ്കിൽ അതിൻ്റെ ആൻസർ 1/√3 കിട്ടും. ആൽഫ ഇസ് ഈക്വൽ ടു പൈ ബൈ 12 പ്ലസ് പൈ ബൈ 6 എന്ന് വരും. 12 LCM ആയിട്ട് എടുത്താൽ പൈ പ്ലസ് 2π ദാറ്റ് ഈസ് 3π എന്ന് വരും, വിച്ച് ഈസ് പൈ ബൈ 4. ആൽഫ ഈക്വൽ ടു പൈ ബൈ 4. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ടാൻ ഓഫ് എത്രയാണോ 1/√3 വരുന്നത്, ടാൻ 30 എന്ന് കൊടുക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ കോസിന് എപ്പോഴാണ് 1/2 വരുന്നത്? കോസ് 60, അതായത് പൈ ബൈ 2 മൈനസ് പൈ ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 6 അല്ലേ? 90 മൈനസ് 60 എന്ന് പറയുമ്പോൾ 30 വരും. സൈൻ റൈറ്റിലേക്ക് പോകുമ്പോൾ എക്സ് ബൈ 1 പ്ലസ് എക്സ് ഈക്വൽ ടു വാട്ട്? സൈൻ പൈ ബൈ 6. ഞാനിവിടെ ചെയ്തത് കോസ് ഇൻവേഴ്സ് 1/2 വാല്യൂ കൊടുത്തു, സിംപ്ലിഫൈ ചെയ്തു, റൈറ്റിലേക്ക് പോയി, വിച്ച് ഈസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? സൈൻ 30. സൈൻ 30 ഈസ് 1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2x ഈക്വൽ ടു 1 പ്ലസ് എക്സ് എന്നും എക്സ് ഈക്വൽ ടു 1 എന്നും കിട്ടും. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ, എക്സ് ഈക്വൽ ടു 1 അഥവാ ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് എക്സ് തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് എക്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ പഴയ ഫോർമുല തന്നെ, ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 മൈനസ് ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 3 മൈനസ് ടാൻ ഇൻവേഴ്സ് 1 എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്താൽ പൈ ബൈ 4 പകരം ടാൻ ഇൻവേഴ്സ് 1 കൊടുത്തു എന്നുള്ളൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് 3 മൈനസ് 1 ബൈ 1 പ്ലസ് 3 ഇൻറ്റു 1. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2/4 കിട്ടും, വിച്ച് ഈസ് ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2. സോ എക്സ് ഈക്വൽ ടു വാട്ട്? 1/2. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീക്ക് ഓഫ്. നിങ്ങൾ കോസ് ഇൻവേഴ്സിന് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് 1/x എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇത് നേരെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി. സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2025/2024. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുന്നു. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് കട്ട് 2025/2024 എന്ന് കിട്ടുന്നു. സെക്കൻഡ് ഓപ്ഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, 2025/2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് 1001 ഡിവൈഡ് ബൈ 999 മൈനസ് ടാൻ ഇൻവേഴ്സ് 2/2000 ഇസ് ഈക്വൽ ടു. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ അപ്ലൈ ചെയ്യാം, വേറൊരു മെത്തേഡും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടേമിനെ ഇങ്ങനെ എഴുതുന്നു, അതായത് ഇത് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇത് ടാൻ ഇൻവേഴ്സ് വൈ ആയിട്ട് എടുത്തതിന് ശേഷം ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ 1000 പ്ലസ് 1 എന്ന ന്യൂമറേറ്ററിനെയും 1000 മൈനസ് 1 എന്ന ഡിനോമിനേറ്ററിനെയും ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1/1000 എന്നും ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ടൈമിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1 പ്ലസ് 1/1000 ബൈ 1 മൈനസ് 1/1000 എന്നെഴുതുന്നു. മൈനസ് ന്യൂമറേറ്ററിന് സെക്കൻഡ് ടൈമിന് ചേഞ്ച് ഒന്നുമില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും പഴയ റിസൾട്ട്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നെഴുതാം. This can be written as tan inverse x plus tan inverse y. X become 1, y become 1/1000. Minus this term, that is tan inverse 1/1000. Cancel these two terms. Answer is tan inverse 1. Tan inverse 1 is pi by 4.
Fifth option is correct. Tan inverse 1 is pi by 4. Fifth option is correct. Next question. Sin inverse of sin theta. Theta lies on pi by 2 to 3 pi by 2. ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി തീറ്റ എന്ന് എഴുതാം. എപ്പോഴാണ് ദിസ് തീറ്റ ലൈസ് ബിറ്റ്വീൻ minus pi by 2 to theta lies between minus pi by 2 to pi by 2. തീറ്റ മൈനസ് പൈ ബൈ ടുവിനും പൈ ബൈ ടുവിനും ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ എഴുതാമായിരുന്നു. ഇവിടെ എന്താ പ്രശ്നം? തീറ്റ പൈ ബൈ ടുവിനും 3 പൈ ബൈ ടുവിനും ഇടയിലാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനിടയിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുവാണ്. ഇവർ തന്നിരിക്കുന്നത് തീറ്റ ലൈസ് ബിറ്റ്വീൻ 3 പൈ ബൈ 2 ടു പൈ ബൈ 2 ആണ് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യുന്നു, കംപ്ലീറ്റ് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൈനസ് പൈ ബൈ 2 ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യണം കേട്ടോ. മൈനസ് തീറ്റ മൈനസ് 3 പൈ ബൈ 2. ഇനി കംപ്ലീറ്റ് ഒരു പൈ ഞാൻ ആഡ് ചെയ്യുന്നു എല്ലാ ടൈമിലും. പ്ലസ് പൈ പ്ലസ് പൈ പ്ലസ് പൈ എല്ലാത്തിലും ഒരു പൈ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കൂ. ഇത് പൈ ബൈ 2 വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് പൈ മൈനസ് തീറ്റ വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് 2 പൈ മൈനസ് 3 പൈ മൈനസ് പൈ ബൈ 2 വരും. ഇത് കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? കാരണം അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ മൈനസ് തീറ്റ എന്ന് എഴുതാം. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയായിരിക്കും. ട്രിഗണോമെട്രി പഠിക്കുന്നതാണ്. 180 മൈനസ് എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ എഴുതാം. അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. സോ സൈൻ പൈ മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ ഇറ്റ് സെൽഫ്. പിന്നെ ഇതിപ്പോൾ സൈനും സൈൻ വേഴ്സും പോയിട്ട് പൈ മൈനസ് തീറ്റ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഈ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മൈനസ് 90ക്കും 90ക്കും ഇടയിലാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ആ ഇൻ്റർവെല്ലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആയിരുന്നെങ്കിൽ നോ പ്രോബ്ലം. ആൻസർ ഡയറക്റ്റായിട്ട് തീറ്റ എന്ന് എഴുതാമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് സെഡ്. ഇത് ട്രയൽ ആൻഡ് എറർ വഴി ചെയ്താലും മതി. കാരണം നിങ്ങൾക്കറിയാം കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റ്സ് ലൈസ് ബിറ്റ്വീൻ 0 ടു പൈ ആണ് അല്ലേ? ഡൊമൈൻ അല്ല ഞാൻ പറഞ്ഞ ആൻസർ. കോസ് ഇൻവേഴ്സിൻ്റെ ആൻസർ കിട്ടുന്നത് 0 ടു പൈ ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് സെഡ് നിങ്ങൾക്ക് 3 പൈ എന്ന് കിട്ടണം. ഇത് 3 പൈ എന്ന ആൻസർ കിട്ടണമെങ്കിൽ അവിടെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. എന്താ അത്? ഇത് പൈ വരണം, പ്ലസ് പൈ വരണം, പ്ലസ് പൈ വരണം. എല്ലാം പൈ 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 എന്ന് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈ പ്ലസ് പൈ പ്ലസ് പൈ 3 പൈ കിട്ടും. വേറെ ഒരു പോസിബിലിറ്റി ഇല്ല അവിടെ. കാരണം ഒരെണ്ണം 2 പൈ വന്ന് മറ്റത് മൈനസ് പൈ വരാൻ പറ്റില്ല. കാരണം മാക്സിമം വാല്യൂ പൈയേ ഉള്ളൂ കോസ് ഇൻവേഴ്സിൻ്റെ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് പൈ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് കോസ് പൈ ആയിരിക്കും. എത്രയായിരിക്കും? -1 ആയിരിക്കും. ഇത് തന്നെയല്ലേ വൈയുടെ അവസ്ഥ. അപ്പോൾ എക്സ് -1, വൈ -1, ഇസഡ് -1. എക്സും വൈയും ഇസഡും എല്ലാം -1 ആണെങ്കിൽ ആൻസർ ബിക്കം -1 പ്ലസ് -1 പ്ലസ് -1 -3. ഓക്കെ. അല്ലെങ്കിൽ ഇതിനകത്ത് ലെഫ്റ്റിലെ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ എന്നുള്ള റിസൾട്ടൊക്കെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾ NCERT പഠിക്കുന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ തന്നിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് തന്നെ. ഏത്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റുന്നു. ഫസ്റ്റ് ടൈമിനെ പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി, പ്ലസ് സെക്കൻഡ് ടൈമിനെ പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 3. ഓക്കെ. ഇനി വീണ്ടും പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 എന്ത് കിട്ടും? പൈ കിട്ടും അല്ല? ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ പൈ കിട്ടും. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ 2 പൈ ബൈ 3 വരും. ഇത് റൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ കിട്ടും. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? 3 പൈ മൈനസ് 2 പൈ വിച്ച് ഈസ് പൈ ബൈ 3 എന്ന് കിട്ടും. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 3. അഥവാ ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. ഓക്കെ. നെക്സ്റ്റ്
ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഈക്വൽ ടു പൈ ബൈ 4. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് 2x പ്ലസ് 3x ബൈ 1 മൈനസ് 2x ഇൻറ്റു 3x വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 4. ടാൻ റൈറ്റിലേക്ക് പോയാൽ 2x പ്ലസ് 3x ഈസ് വാട്ട് വിച്ച് ഈസ് 5x ബൈ 1 മൈനസ് 6x സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ടാൻ പൈ ബൈ 4 ബിക്കം 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5x ഈക്വൽ ടു 1 മൈനസ് 6x സ്ക്വയർ എന്നും എല്ലാം ലെഫ്റ്റിലേക്ക് വന്നാൽ 6x സ്ക്വയർ പ്ലസ് 5x മൈനസ് 1 ഈക്വൽ ടു 0 എന്നും കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്താൽ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഇസ് മൈനസ് 6, സമ്മ് 5. നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 6ഉം -1 അല്ലേ? പ്രോഡക്റ്റ് -6 കിട്ടും, സമ്മ് 5ഉം കിട്ടും. അത് മിഡിൽ ടേമിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6x സ്ക്വയർ പ്ലസ് 6x മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. മിഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് 2 ടേംസിൽ നിന്ന് 6x ഔട്ട് സൈഡ് എടുത്താൽ ഇറ്റ് ബിക്കം x പ്ലസ് 1. നെക്സ്റ്റ് 2 ടേമിൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ഇറ്റ് ബിക്കം x പ്ലസ് 1. മൈനസിൻ്റെ 2 സൈഡിൽ നിന്ന് x പ്ലസ് 1 ഔട്ട് സൈഡ് എടുത്താൽ വിച്ച് ഈസ് 6x പ്ലസ് 1 is equal to 0. Product is 0, then we get x equal to -1 or x is equal to minus, here it is not plus 1, it become -1 അല്ലേ? x plus 1 outside എടുത്താൽ -1, x is equal to 1/6. 2 വാല്യൂസ് കിട്ടും. അപ്പോൾ x equal to 1/6 ഇത് നമുക്ക് റിജക്റ്റഡ് ആയിരിക്കും, കാരണം ഈ ഇനീക്വാളിറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. മാത്രമല്ല ഓപ്ഷനും ഇല്ല. x equal to 1/6 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഡിനോട്ട്സ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ -1 മുതൽ 1 വരെയാണ് അല്ലേ? -1 മുതൽ 1 വരെ. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1 ആയിരിക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആക്സിൻ്റെ ആൻസർ -1നും 1നും ഇടയിലാണെങ്കിൽ വരാവുന്ന ഇൻറ്റിജർ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? വരാവുന്ന ഇൻറ്റിജർ വാല്യൂസ് ഒന്ന് -1 കിട്ടാം, പിന്നെ 0 കിട്ടാം, പിന്നെ 1 കിട്ടാം. ഇത്രയും വാല്യൂസ് അല്ലേ ഉള്ളൂ. -1, 0, 1. -1നും 1നും ഇടയിൽ വരുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് -1, -2, -1, 0, 1, 2. നോക്കൂ, ഫ്രം ദിസ് -1 കിട്ടണമെങ്കിൽ ഈ -1 മുതൽ 0 വരെ ഏത് വാല്യൂ കൊടുത്താലും -1 കിട്ടും. ഇനി 0 മുതൽ 1 എടുക്കാൻ പാടില്ല, ഏത് വാല്യൂ കൊടുത്താലും എന്ത് കിട്ടും? 0 കിട്ടും. ഇനി 1 കിട്ടണമെങ്കിൽ 1 മുതൽ 2 എടുക്കാൻ പറ്റില്ല, 2 വരെ കൊടുക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് എക്സിൻ്റെ വാല്യൂ എവിടം വരെ ആയിരിക്കും? എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് -1. കാരണം -1 എടുക്കാം. -1 എടുത്താൽ ആൻസർ -1 കിട്ടുള്ളൂ, അത് അലൗഡ് ആണ്. അങ്ങനെ പോയി ഈ വാല്യൂസ് ഒക്കെ എടുക്കാം കേട്ടോ. ഇങ്ങനെ വന്ന് നമുക്ക് 2 എടുക്കാൻ പറ്റുമോ? പറ്റില്ല. 2വിന് അതുകൊണ്ട് ഓപ്പൺ കൊടുക്കണം. കാരണം 2 കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ എക്സിൻ്റെ ആൻസർ 2 വരും. 2 ഇവിടെ അലൗഡ് അല്ല, 1 വരെ ഉള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് -1 ഓപ്പൺ 2 എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകാം. ക്ലോസ്ഡ് -1 ഓപ്പൺ 2 എന്ന് പറയുന്ന സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഈക്വൽ ടു π/2. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്ത്? 3 sin 2 ആൽഫ ബൈ 5 പ്ലസ് 4 cos 2 ആൽഫ ഈക്വൽ ടു 1 എന്ന് എഴുതാം അല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ആണ് π/2 വരുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ 1 വരുമ്പോഴാണ് π/2 കിട്ടുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 3 sin 2 ആൽഫ ഈക്വൽ ടു 5 പ്ലസ് 4 cos 2 ആൽഫ. ഇത് റൈറ്റിലേക്ക് കൊണ്ടുപോവാം.
ശരിയല്ലേ? 4 + cos 2α. നമുക്ക് ആവശ്യം എന്താണ്? 3 sin 2α. യെസ്, 3 sin 2α മൈനസ് 4 cos 2α ഈക്വൽ ടു 5, അഥവാ ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ? 4 cos 2α ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, 5 ലാസ്റ്റ് ഓപ്ഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. 18 ക്വസ്റ്റ്യൻസ്, 6 എക്സാം. ഒരു എക്സാമിന് ഓൺ ആൻ ആവറേജ് 3 ക്വസ്റ്റ്യൻ വീതമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് വന്നത്. മറ്റുള്ള എക്സാമുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കീമിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. ഓക്കെ, അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.